വ്യഭിചാരത്തിൻ്റെ വിഹിതം അത് വിശദമായി പറഞ്ഞ ഹദീസായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെട്ടത്. രണ്ടാമത്തെ ശേഷവുമുള്ള ഹദീസുകളാണ് ഇന്ന് നമുക്ക് വായിക്കുവാനുള്ളത്. മഹാനായ സഹാബി അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് ആദ്യമായി നമുക്ക് കേൾക്കുവാനുള്ളത്. وعن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال إياكم والجلوس في الطرقات قالوا يا رسول الله ما لنا من مجالسنا بد نتحدث فيها فقال رسول الله صلى الله عليه وسلم فإذا أبيتم إلا المجلس فأعطوا الطريق حقه قالوا وما حق الطريق يا رسول الله قال غض البصر وكف الأذى ورد السلام والأمر بالمعروف والنهي عن المنكر متفق عليه. മഹാനായ സഹാബി അബൂ സഈദിനുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇയ്യാക്കും വൽ ജുലൂസ്, നിങ്ങൾ ഇരിക്കുന്നത് സൂക്ഷിക്കണം. ഇയ്യാക്കും തഹ്ദീറാണ്, ഒരു വാണിംഗ് ആണ്. നിങ്ങൾ ഇരിക്കുന്നത് സൂക്ഷിക്കണം. ഇയ്യാക്കും വൽ ജുലൂസ്, ജുലൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജലസു ജുലൂസ്, ഇരിക്കുക. എവിടെ ഇരിക്കുന്നതാ? ഫി തുറുഖാത്തി, വഴികളിൽ. തരീഖ്, തുറുഖ്, തുറുഖാത്ത്, വഴികൾ. ആളുകൾ സഞ്ചരിക്കുന്ന വഴികളിൽ, നാൽക്കവലകളിൽ, വഴിയോരങ്ങളിൽ ഇരിക്കരുത്, അത് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ വിരോധിക്കുന്നത്. അപ്പം ഇത് കേട്ടപ്പോൾ അറബികൾ അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ഒരു സിസ്റ്റം അനുസരിച്ച്, അന്ന് വലിയ 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 വേദികളോ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടുള്ള ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പം പലപ്പോഴും അവരൊക്കെ അങ്ങനെ വഴികളിൽ, ആളുകൾ നടന്നു പോകുന്ന വഴികളിൽ കൂടിയിരുന്നുകയും അവരുടെ ദീനിൻ്റെയും ദുന്യാവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സമ്പ്രദായം അവരിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അറിയാം. അതോടൊപ്പം തന്നെയാണ് നബി തങ്ങൾ ഇത് പറയുന്നതും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു സംശയത്തിന് നിവാരണം പറയുന്നതിലൂടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി അവരെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. നിങ്ങളങ്ങനെ വഴികളിൽ ഇരിക്കരുത്, ആളുകൾ നടന്നു പോകുന്ന വഴികളിൽ, വഴിക്കവലകളിൽ, വഴിയോരങ്ങളിൽ നിങ്ങൾ ഇരിക്കരുത്. അപ്പോൾ സ്വഹാബത്തിൻ്റെ ചോദ്യം, അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ സംശയരൂപത്തിൽ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മാ ലനാ മിൻ മജാലിസിനാ ബുദ്ദുൻ. ബുദ്ദുൻ എന്ന പ്രയോഗം ലാബുദ്ദ എന്നൊക്കെ അറബിയിൽ പറയും, അത് കൂടാതെ കഴിയൂല എന്നാണ്. ലാബുദ്ദ എന്ന് പറഞ്ഞാൽ കൂടാതെ കഴിയൂല. അപ്പം അതേപോലത്തെ പ്രയോഗമാണ്. മാലന മിൻ മജാലിസിന ബുദ്ദുൻ, ഞങ്ങൾക്ക് ഈ മജ്ലിസുകളില്ലാതെ പറ്റൂല നബിയെ, ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാതെ പറ്റൂല. പല കാര്യങ്ങളും അവിടെയാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് കൂടിയിരിക്കാനുള്ള അങ്ങനെയുള്ള വഴികളാണ് ഞങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. അതിലൂടെ ആളുകളൊക്കെ ധാരാളം നടന്നു പോകും. പക്ഷേ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ നബിയെ അത് കഴിയില്ലല്ലോ. പ്രവാചകനെ ചോദ്യം ചെയ്യല്ല, അവരുടെ നിർബന്ധിതാവസ്ഥ പ്രവാചകൻ്റെ മുമ്പിൽ അവർ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കാതിരിക്കാൻ പറ്റൂല, അങ്ങക്ക് അങ്ങനെ ഇരിക്കേണ്ട നിർബന്ധിത സാഹചര്യമാണുള്ളത് നബിയെ. അപ്പോൾ എന്തു ചെയ്യണം? നതഹദ്ദസു ഫീഹ, ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുക. പല മസ്ലഹത്തുകളും അവർ ചർച്ച ചെയ്യുന്നത്, അവരുടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്, മുഷാവറ കൂടുന്നതൊക്കെ ഇതേപോലെയുള്ള
ഇത്തരത്തിലുള്ള വേദികളിലും ആളുകൾ സഞ്ചരിക്കുന്ന ആ വിധത്തിലുള്ള മജ്‌ലിസുകളിലുമൊക്കെയാണ്. അപ്പം എന്താ പരിഹാരം എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഫഇദാ അബൈതും, നിങ്ങൾ വിസമ്മതിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാതെ പറ്റില്ലെങ്കിൽ എന്നർത്ഥം. അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു എന്ന അല്ല ഇത്. നബിതങ്ങളുടെ കൽപ്പനയെ നിങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കൂടാതെ കഴിയില്ലെങ്കിൽ, അതാണ് ഫൈദാ അബൈത്തും എന്ന് പറഞ്ഞാൽ അർത്ഥം. നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാതെ പറ്റില്ലെങ്കിൽ, ഏത് വിഷയത്തിൽ, ഇല്ലൽ മജ്ലിസ്, അങ്ങനെ ഒരു ഇരുത്തം, ആ ഒരു ജുലൂസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കാതെ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ, ഫഅഅ്തു ത്വരീഖ ഹഖ്ഖഹു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅഅ്തു, അപ്പോൾ നിങ്ങൾ നൽകണം. അഅ്താ എന്ന് പറഞ്ഞാൽ എന്താ? നൽകി. ഒരാളോട് പറയുമ്പോൾ അഴ്ത്തി, നീ കൊടുക്ക്. അഅ്തു ഫഅഅ്തു, അപ്പോൾ നിങ്ങൾ നൽകണം. അത്തരീഖ, വഴിക്ക്. തരീഖ് എന്ന് പറഞ്ഞാൽ വഴി. വഴിക്ക് നിങ്ങൾ നൽകണം. ഹഖ്ഖഹു, അതിൻ്റെ അവകാശം. അപ്പോൾ വഴിയിലിരിക്കുമ്പോൾ, ആ വഴി ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് ചില കടമകൾ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. അങ്ങനത്തോരെ അവിടെ ഇരിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ കടമകളൊക്കെ എന്ത് ചെയ്യണം? പാലിക്കണം. അപ്പോൾ സഹാബത്ത് വീണ്ടും ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, വമാ ഹഖ്ഖുത്തരീഖി യാ റസൂലല്ലാഹ്, ഈ വഴിക്ക് ചില അവകാശങ്ങളുണ്ട്, വഴിയോട് ചില കടമകളുണ്ട് എന്ന് അങ്ങ് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ആ അവകാശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കടമകൾ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അങ്ങനെ വഴിയിലിരിക്കുകയാണെങ്കിൽ പാലിക്കേണ്ടുന്ന 5 കടമകൾ. ഗദ്ദുൽ ബസർ, ഒന്നാമതായി പറഞ്ഞു ഗദ്ദുൽ ബസർ, നിങ്ങൾ ദൃഷ്ടി നിയന്ത്രിക്കണം, ദൃഷ്ടി താഴ്ത്തണം. രണ്ടാമതായി പറഞ്ഞു വകഫുൽ അദാ, അദാ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക, ബുദ്ധിമുട്ടിക്കുക. ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഒക്കെ നിങ്ങൾ തടയണം, അതിന് നിങ്ങൾ വിട്ടു നിൽക്കണം. അങ്ങനെ ആരെയും ദ്രോഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതാണ് കഫ എന്ന് പറഞ്ഞാൽ തടഞ്ഞു. കഫുൽ അദാ, ഉപദ്രവത്തെ തടുക്കൽ. മൂന്നാമത് പറഞ്ഞു വറദ്ദുസ്സലാം, സലാം മടക്കണം. റദ്ദുസ്സലാം, സലാം മടക്കൽ. നാലാമത് പറഞ്ഞു വൽ അംറു ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. 5 വന്നഹിയു അനിൽ മുൻകർ, ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിരോധിക്കുകയും ചെയ്യണം. ഇതാണ് 5 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. സമാനമായ ഒരു ഹദീസും കൂടെ വായിച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. അടുത്ത ഹദീസ് വഅൻ നബി ത്വൽഹ സയ്യിദ് ബിൻ സുഹൈൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖാല, സഹാബിയായ അദ്ദേഹം പറയാണ്, കുന്നാ ഖുഊദൻ, ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. കുന്നാ, ഞങ്ങളായിരുന്നു. ഒരു ദിവസം ഒരിക്കൽ ഞങ്ങൾ ഖുഊദൻ, ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഖഅദ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുന്നു. അതുകൊണ്ട് ഇരിപ്പിടത്തിനെന്ത് പറയും? മഖ്അദ്. നമ്മൾ ബെഞ്ച് എന്നുള്ളതിനൊക്കെ പ്രയോഗിക്കാറുള്ളത് മഖ്അദാണ്. കുന്നാ ഖുഊദൻ, ഞങ്ങൾ ഇരിക്കുകയായിരുന്നു ഒരിക്കൽ. എവിടെ? ബിൽ അഫ്നിയ. അഫ്നിയത്ത് എന്ന് പറഞ്ഞാൽ ഫിനാഇൻ്റെ ബഹുവചനമാണ്. ഫിനാഇൻ്റെ ജമ്മാണ് അഫ്നിയ. ഫിനാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുറ്റം, വീടിൻ്റെ മുറ്റം ഉണ്ടാവില്ലേ, മുറ്റത്തിനാണ്, മുറ്റത്തിൽ കയറുന്ന വഴി, അതാണ് ഫിനാവ് പ്രയോഗിക്കുക. ഓരോ വീടിൻ്റെയും മുൻഭാഗം നമ്മൾ പറയണത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ആ വീടിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ അയൽവാസികൾ, മറ്റുള്ളവർ, ബന്ധപ്പെട്ടവരൊക്കെ ഏതെങ്കിലും ഒരാളുടെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് അങ്ങനെ ഒരുമിച്ചിരിക്കും. അത് വഴിയായിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ഒരിക്കൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. കുന്നാ ഖുഊദൻ ബിൽ അഫ്നിയത്തി നതഹദ്ദസു, അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് നതഹദ്ദസു, ഞങ്ങൾ സംസാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കവേ ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കടന്നു വന്നു.
എന്നിട്ട് ഫഖാമ അലൈന, ഞങ്ങളുടെ മുമ്പാകെ നിന്നിട്ട് ഫഖാല, ഇപ്രകാരം പറഞ്ഞു, മാലക്കും, എന്താ നിങ്ങൾക്ക് പറ്റിയത്? മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? വൽ മജാലിസ സുഉദാത്ത്, ഇങ്ങനെ ആളുകൾ നടന്നു പോകുന്ന വഴികളിൽ ഇങ്ങനെ ഇരിപ്പുറപ്പിക്കാൻ, തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് എന്തേ സംഭവിച്ചത്? എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? ഇജ്തനിബു, നിങ്ങൾ ഒഴിവാക്കണം, മജാലിസ സുഉദാത്ത്. സുഉദാത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കേട്ട തുറുഖാത്ത് എന്നുള്ള അതേ മീനിങ് ആണ്. അവസാനത്തിൽ നവവി ഇമാം അവിടെ അസ്സുഉദാത്ത് എന്ന് ഫുട് നോട്ടായി കൊടുക്കുന്നുണ്ട്, അടിക്കുറിപ്പായി കൊടുക്കുന്നുണ്ട്. ബിളമ്മി സ്വാദി വൽ ഐൻ, സുഉദാത്ത് എന്നാണ് വായിക്കേണ്ടത് എന്ന്. സ്വാദിന് ലമ്മ്, ഐനിനും ലമ്മ്. അസ്സുഉദാത്ത് ഐ അത്തുറുഖാത്ത്, നേരത്തെ പറഞ്ഞല്ലോ തുറുഖാത്ത്, വഴികൾ, വഴിയോരങ്ങൾ. അപ്പം അങ്ങനെ വഴിയോരങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്നത് ഒഴിവാക്കണം. അപ്പോൾ ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു നബിയോട്, ഇന്നമാ ഖഅദ്നാ ലിഗൈരി മാ ബഅസിൻ, ഒരു കുഴപ്പമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് നബിയെ ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങളിവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനല്ല, എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യത്തിന് ഇവിടെ ഒരുമിച്ച് കൂടിയതല്ല. ഒരു ബഅസ് മാ ലിഗൈരി മാ ബഅസിൻ, ഒരു വിരോധമില്ലാത്തൊരു കാര്യത്തിന്, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടാറുള്ളത്. ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തു, ഖഅദ്നാ, ഞങ്ങളിവിടെ ഇരിക്കുന്നത്, നതദാക്കറു വനതഹദ്ദസു, പരസ്പരം പല കാര്യങ്ങളും വിട്ടുപോയത് ഓർമ്മപ്പെടുത്താനും പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അത് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞു കൊടുക്കുകയാണ്, ഇമ്മാ ലാ ഫഅദ്ദു ഹഖ്ഖഹ, കൂടാതെ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇരുന്നോളൂ, പക്ഷേ വഴിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചില മര്യാദകളുണ്ട്, കടമകളുണ്ട്. ആ കടമകൾ നിങ്ങൾ അദ്ദൂ ഹഖ്ഖഹ, ആ വഴിയോടുള്ള കടമകൾ, ഹക്കിനെ നിങ്ങൾ വീട്ടണം. അദ്ദാ എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടി. അദ്ദാ ഖുർആനിൽ കാണാം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ നിർവഹിക്കുക, അതാണ് അദ്ദാ യുഅദ്ദി. അവിടെ അദ്ദു ഫഅദ്ദു ഹഖ്ഖഹ, ആ വഴികളോടുള്ള നിങ്ങളുടെ കടമ നിങ്ങൾ നിർവഹിച്ചേ പറ്റൂ. എന്നിട്ട് അവിടെ പറഞ്ഞു, ഗള്ളുൽ ബസർ, ദൃഷ്ടി നിയന്ത്രിക്കണം, വറദ്ദുസ്സലാം, സലാം അടക്കണം, വഹുസ്നുൽ കലാം, മറ്റേ ഹദീസിൽ പറയാത്തൊരു വാചക പദമാണ് വഹുസ്നുൽ കലാം, നല്ല സംസാരം, സംസാരം നന്നാക്കൽ. ഇത് ഇമാം മുസ്ലിം, റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്, ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആദ്യത്തെ സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലും ഇന്ന് കാണുന്ന ഒരു സിസ്റ്റമാണ്, ഒരു സമ്പ്രദായമാണ്. ആളുകൾ നടന്നു പോകും, റോട്ടിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കും. ഇപ്പോഴും കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടൊന്നുമില്ല, കമ്മിയൊന്നും വന്നിട്ടില്ല. ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റമാണത്. ആളുകൾ വൈകുന്നേരമായി കഴിഞ്ഞാലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഒരു പണിയും തുരത്തിനൊന്നും ആളുകളധികം ജോലിക്കൊന്നും പോകില്ല. അത് നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരുണ്ടാവും ചെയ്യാം. പണിക്കൊന്നും പോകില്ല. വാപ്പയെ ബന്ധപ്പെട്ടവരൊക്കെ ഗൾഫിലും ഉണ്ടാവും. പിന്നിങ്ങനെ അവരയച്ചു കൊടുക്കുന്ന പൈസയും കൊണ്ട് ഇവരിവിടെ ഇങ്ങനെ നടക്കുക, പണിക്കൊന്നും പോകില്ല. കാരണം ഗൾഫുകാരൻ്റെ മകൻ പണിക്ക് പോകില്ലല്ലോ, പാപ്പാക്ക് കുറച്ചിലല്ലേ, തറവാടിന് മോശമല്ലേ, അതുകൊണ്ട് പണിയെടുക്കൂല. പണിയൊക്കെ ബംഗാളി മറ്റുള്ളവരൊക്കെ ആയിരിക്കും. നമ്മളെ ആൾക്കാർക്ക് എന്താ പണി? തേരാപ്പാര അങ്ങനെ നടക്കുക, എപ്പോഴെങ്കിലും വാപ്പൻ്റെ വിസയും കിട്ടിയെങ്കിൽ ഇങ്ങോട്ട് കയറുക. അങ്ങനെയുള്ള ഈ ആളുകൾ നല്ലൊരു വിഭാഗങ്ങൾ ഏത് നാട്ടിലെടുത്തു നോക്കൂ, ഇവർ ഈ ബസ് സ്റ്റോപ്പുകളിൽ ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്നുണ്ടാകും. അപ്പോൾ ബസ് സ്റ്റോപ്പുകളുടെ പ്രത്യേകത എന്താണ്? അതൊരു നാൽക്കവലയാണ്. അവിടെ ബസ് കയറാൻ ആളുകൾ വരും, കയറിപ്പോകാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്യും, ഇറങ്ങിയിട്ട് അധികം പോകുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ ആളുകൾ ഇവർക്ക് അവിടെ ഇങ്ങനെ കുറേ ചിലർ കളിയും തമാശയും മറ്റേ നമ്പർ കളിച്ചിട്ടും കത്തേ കളിച്ചിട്ടും പല ജാതി കളിയൊക്കെ ആയിട്ട് നേരം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടും. കലുങ്കുകളിൽ, നമ്മുടെ നാട്ടിൽ കടത്തിണ്ണകളിൽ, കലുങ്കുകളിൽ, പിന്നെ പാലത്തിൻ്റെ അടുത്തുള്ള ഈ പിന്നെ ഉയർന്ന സ്ഥലങ്ങളിൽ, മതിലുകളിന്മേൽ
മരച്ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നിങ്ങനെ വർത്തമാനം പറയാനായിട്ട് സൊറക്കാനായിട്ടൊരു ടീം. അവിടെയാണ് എല്ലാ തോന്നിയോസം അവർ തുടങ്ങും, അവിടെ വെച്ച് കഞ്ചാവ് വലി തുടങ്ങും, അവിടെ വെച്ച് പല പരിപാടികളുമുണ്ട്. എല്ലാ രൂപത്തിലുള്ള വേണ്ടാത്തരങ്ങളും നടക്കുന്ന സ്ഥലമാണ് ഈ വഴിക്കവല, ഇങ്ങനെ ഇരുത്തം. അപ്പം ഇതിന്ന് നമ്മൾക്ക് ഈ ഹദീസ് വളരെ അന്ന് അറബികളോട് അന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നിപ്പോൾ അത് നമ്മളെ നാട്ടിൽ സുലഭമാണ്. അങ്ങനെ ഇരിക്കലൊരു മാന്യതയ്ക്ക് യോജിച്ച പണിയല്ല എന്നാണ് പറയുന്നത്. അത് നബി തങ്ങൾ അന്നേ പറഞ്ഞതാ, നിങ്ങളങ്ങനെ ഇരിക്കരുത്. ഇയ്യാക്കും വൽ ജുലൂസ ഫി തുറഖാത്ത്, അങ്ങനെ ആളുകൾ സഞ്ചരിക്കുന്ന വാൽക്കവലകളിൽ, വഴിക്കവലകളിൽ, വഴിയോരങ്ങളിൽ നിങ്ങളങ്ങനെ ഇരിക്കരുത്. ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ലെങ്കിലും വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ചില മാളുകളിലൊക്കെ ഇങ്ങനെ കയറുക, ആളുകൾ മാളുകളിലേക്കൊക്കെ ഇങ്ങനെ പോവുക, വെറുതെ ഒന്നും വാങ്ങാനൊന്നുമില്ല, കുറേ മണിക്കൂർ ഇങ്ങനെ. ഇവിടെ പ്രവാസികൾക്ക് ചിലപ്പോൾ ഒരു പറച്ചിൽ, നല്ല ചൂട് കാലത്ത് എസിൻ്റെ ബില്ലൊക്കെ എല്ലാം കൂടും കറണ്ടിൻ്റെ, ഏതായാലും വൈകുന്നേരം എല്ലാവരും കൂട്ടി ഒന്നും സാധനമൊന്നും വാങ്ങാമല്ലോ, വല്ലതും ഒരു ജ്യൂസോ എന്തോ ഒരു ചെറിയ സാധനമൊക്കെ വാങ്ങി കഴിച്ചെങ്കിലായി. മാളുകളിലൂടെ അങ്ങനെ കറങ്ങുകയാണ്. ഇതിപ്പോൾ ഈ വകുപ്പിൽ വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഒരു വഴികളിൽ പോയിട്ട് ഇരിക്കുന്നതിന് സമാനമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ ഇരിക്കാതിരിക്കാൻ പറ്റൂല. അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രത്യേകം അന്നിപ്പോൾ പാർട്ടി ഓഫീസുകളോ കാര്യങ്ങളോ മുഷാവറ ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുടുംബകാര്യങ്ങൾ മറ്റ് കാര്യങ്ങളും ഒക്കെ അവർക്ക് ചർച്ച ചെയ്യാൻ അന്നത്തെ കാരണവന്മാർ, അന്നുള്ള പ്രമുഖന്മാരൊക്കെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലാണ് അവർക്ക് ഇരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അവർ പ്രവാചകനോട് അതിൻ്റെ ആവശ്യകത വളരെ വിനീതമായ സ്വരത്തിൽ അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നബി, അങ്ങനെ ഇരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളൊരു മോശപ്പെട്ട കാര്യത്തിന് ഇവിടെ ഇരിക്കൊന്നുമല്ല. എന്നാൽ പിന്നെ നിങ്ങൾ ഇരുന്നോ, പക്ഷേ കടമ പാലിക്കണം. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക, എല്ലാവർക്കും കടമയാണ്. അങ്ങനെ ഇരിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ, ആളുകൾ പോകും വരികയൊക്കെ ചെയ്യുന്ന ഏത് സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഇരിക്കുന്നുണ്ടോ, നമുക്കുള്ള കടമ എന്തൊക്കെയാണ്? പൊതുജനങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പൊതു ഇടങ്ങളിൽ ഇരിക്കുന്നവർക്ക് നിർബന്ധമായും അവർ പാലിക്കേണ്ടുന്ന 5-6 കടമകളാണിപ്പോൾ ഈ 2 ഹദീസുകളിലൂടെയായി നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കടമ തന്നെ പറഞ്ഞത് ഗള്ളുൽ ബസർ. സഹാബത്ത് ചോദിച്ചു, എന്താണ് ആ കടമകൾ? അതിൽ ഒന്നാമതായി എണ്ണിയത് തന്നെ ഗള്ളുൽ ബസർ. നമ്മുടെ അധ്യായത്തിൽ ഈ ഹദീസ് വരാനുള്ള കാരണം അതാണ്. നമ്മളെ അധ്യായം എന്താണ്? നമ്മളെ അധ്യായം ഇപ്പോൾ ഏത് അധ്യായത്തിലാണ് നമ്മളുള്ളത്? ഹറാമായ കാര്യങ്ങൾ പറയണം, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ പറയണം. അതിൽ പറഞ്ഞു എന്ത്? പിന്നെ ഗള്ളുൽ ബസർ, ദൃഷ്ടി നിയന്ത്രിക്കണം, അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ല, ആ നിലക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. ഈ അധ്യായത്തിൽ ഈ ഹദീസ് കൊണ്ടുവരാനുള്ള കാരണം തന്നെ ഈ ഗള്ളുൽ ബസർ എന്ന് ഒന്നാമത്തെ നിബന്ധന ഇതിലുള്ളത് കൊണ്ടാണ്. ദൃഷ്ടി നിയന്ത്രിക്കുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അപകടങ്ങൾ. ദൃഷ്ടി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾ, ദൃഷ്ടി നിയന്ത്രിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫായിദകൾ, ഇഹത്തിലും പരത്തിലും നമുക്ക് നേടിയെടുക്കാവുന്ന അതുകൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടെ വഴിക്കവലകളിൽ, വഴിയോരങ്ങളിൽ ഇങ്ങനെ ഇത് കൂടുതലുണ്ടാകും. കാരണം വഴികളിൽ പെണ്ണുങ്ങളെ നോക്കൽ മാത്രമല്ല, ഇത് വിശദീകരിക്കുന്നിടത്ത് മുഹമ്മദ് സ്വാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ നോക്കൽ മാത്രമല്ല ഈ ഗള്ളുൽ ബസറിൽ വരുന്നത് വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ എന്നാണ്. മറിച്ച് അവിടെ അതിനെ പോകും വരും ചെയ്യുന്നവരെങ്ങനെ നോക്കരുത് എന്ന് ഇതേ എടുത്ത് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ഒരു പൊതുസ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് അതേനെ അങ്ങോട്ട് പോണ മനുഷ്യന്മാരെ മുഴുവൻ അവനിങ്ങോട്ട് സ്കാൻ ചെയ്യാൻ തുടങ്ങുന്നു. അവൻ്റെ പുറപ്പെട്ട അവിടെ നിന്ന് അങ്ങോട്ട് എത്തി കൂടി ഇങ്ങനെ പോയി അവനെ കണ്ണെന്നാണ് മറയോളം അവനങ്ങനെ നോക്കുക. അത് മനുഷ്യനുള്ളൊരു ലജ്ജയുണ്ടാക്കുന്ന, ആണുങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അത് മനുഷ്യനുള്ളൊരു ലജ്ജ ഉണ്ടാക്കും. നമുക്കൊക്കെ അനുഭവമില്ലേ? നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇവിടെ ഒന്നും ഇപ്പം അങ്ങനെ പ്രശ്നമല്ല, നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ ഒരു ഇടവഴിയിലൂടെയോ റോട്ടിലൂടെയോ ഒക്കെ പോകുമ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവും വീടുകൾ, അല്ലെങ്കിൽ ചായക്കടകൾ ഉണ്ടാകും. അവിടെയൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും നമ്മളങ്ങനെ കണ്ണിമ വെട്ടാറ് നോക്കാവുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല, ആർക്കും ഇഷ്ടാവില്ല. നമ്മൾ ഒരാൾ വെറുതെ വേറൊരാളെ, ഒരാണിനെ തന്നെ അയാളങ്ങനെ നോക്കിമല നോക്കി അയാൾ പറയും, എന്താടാ നോക്കുന്നു ചോദിക്കും, ചൂടാവും, മനുഷ്യന്മാർ ദേഷ്യപ്പെടും. അതൊരു കൾച്ചറിന് യോജിച്ചതല്ല, ഒരദബല്ല, അദബ്-കേടാണ്. പിന്നെ സ്ത്രീകളെ നോക്കലാവുമ്പോഴോ അത് കുറ്റം കൂടി, അത് പിന്നെ മനോരോഗത്തിലേക്ക് എത്തിച്ച് വീണ്ടും നോക്കി ആ നിലക്കുള്ളവർ ലൈംഗികമായ മോഹത്തോടുകൂടെ ആവുമ്പോൾ അങ്ങനെ നോക്കും. അങ്ങനെ നോക്കിയിട്ട് പിന്നെ ആ നോക്കുക മാത്രമല്ല, പിന്നെ അതോടൊപ്പം പിന്നെ അതിൻ്റെ എല്ലാ ദൂഷ്യങ്ങളും അതോടുകൂടി അവന് സംഭവിക്കും. അപ്പം ദൃഷ്ടി നിയന്ത്രിക്കണം. ഒരാളതിൽ കടന്നുപോയി, ആണാവട്ടെ പെണ്ണാവട്ടെ,
ഒരാൾ ശരി, അത് പോയി, അവരവരെ വഴിക്ക് പോയിക്കോട്ടെ, നമ്മളെന്തിനങ്ങനെ അവരെങ്ങനെ അടി മുതൽ മുടി വരെ അങ്ങനെ ഒഴിഞ്ഞു നോക്കി അവരെങ്ങനെ പോകോളം ആരാപ്പത് എന്താപ്പത് ഇങ്ങനെയൊക്കെ നോക്കി. ഇങ്ങനെയൊക്കെ ചില കാരണന്മാരുടെ ഇങ്ങനെ നോക്കും, കാഴ്ച ശരിയാകുന്നില്ലെങ്കിൽ ദൂരത്തുനിന്ന് വരുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെ നോക്കും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രയോഗം തന്നെ അങ്ങനെയാണ്. ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ഇസ്തശറഫഹ ശൈത്താൻ എന്ന ഹദീസിൻ്റെ പ്രയോഗം തന്നെ. ഇസ്തശറഫ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജബീലിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കല, ആ കാഴ്ച അങ്ങോട്ട് ക്ലിയർ ആവാനേ. അപ്പോൾ അത് ശൈത്താൻ അങ്ങനെ നോക്കിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞു, നിങ്ങൾ ദൃഷ്ടി നിയന്ത്രിക്കണം. അപ്പോൾ അതാണ്, അങ്ങനെ വഴിയിലിരിക്കുമ്പോൾ പല മനുഷ്യന്മാരും അതിലൂടെ കടന്നു പോകും. ആണും പോകും, പെണ്ണും പോകും. അതിൽ നല്ലോറ്റി ഉണ്ടാവും, ചീത്ത ആളുകളും ഉണ്ടാവും, ഇസ്ലാമിക വേഷം ധരിച്ചവരും ഉണ്ടാകും, വേഷം ധരിക്കാത്തവരും ഉണ്ടാകും. ദുന്യാവല്ലേ, എല്ലാവർക്കും നടക്കാനുള്ള വഴിയും നടപ്പാതെയും റോഡൊക്കെ അല്ലേ, പലരും പാസ് ചെയ്യും. നീ അവരൊന്നും നോക്കണ്ടെന്ന്. അതിന് നിനക്ക് പറ്റൂലെങ്കിൽ നീ അവിടെ പോയി ഇരിക്കണ്ട. അതാണ്, അവിടെ ഇരിക്കുകയാണോ നിർബന്ധമാണ്, ഇത് പാലിക്കണം. കൂടാതെ കഴിയൂലെങ്കിൽ ഇരുന്നോ, ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നാമതായി ഇത് പാലിക്കണം. അപ്പോൾ അതാണ് ഒന്നാമത് പറഞ്ഞത്, ഗദ്ദുൽ ബസർ, ദൃഷ്ടി നിയന്ത്രിക്കണം. 2 കഫുല്ലദാ. കഫുല്ലദാ എന്ന് പറഞ്ഞാൽ എന്താ? അതാ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഉപദ്രവം. അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അൽ അദാ ബിൽ ഖൗലി ഔ ബിൽ ഫിഅലി ഔ ബിൽ ഈമായി ഔ ബിൽ ഇശാറ. ഒരാളെ ഉപദ്രവിക്കാം, വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുക, പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കുക, ആംഗ്യം കൊണ്ട് ഉപദ്രവിക്കുക. നമ്മളിപ്പോൾ ഒരാൾ പോകുമ്പോൾ അയാളെ പറ്റി നമ്മൾ വേറെ ആളും ഇങ്ങനെ ഇരിക്കണ്ടാവില്ല. ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ സ്കാൻ ചെയ്താണ് വിടും. ഒന്നും പറയാനൊന്നുമില്ല, ആരോടെ പറയണേ, ആരും ഇല്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കില്ല. കമ്പനി ഇല്ലെങ്കിൽ നമ്മളെവിടെ ഇരിക്കാൻ കിട്ടില്ല, നമ്മളവിടെ തന്നെ ഇരിക്കും. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഇരിക്കുള്ളൂ. അപ്പോൾ അവനെപ്പറ്റി പിന്നെ അങ്ങനെ കമൻറ്റുകളാണ്. അപ്പോൾ ആ വരുന്ന ആളെക്കുറിച്ചാണ് ഈ അഭിപ്രായം. ആണായാലും പെണ്ണായാലും ഒക്കെ അവനെക്കുറിച്ച് ഏതാ പവൻ, എന്താ പവനെപ്പതിയെ പോകേണ്ട കാര്യം, ചങ്ങായിക്ക് എന്താ ഒന്നുമില്ലേ, പണിയൊന്നുമില്ലേ, ഇവന് പണിയൊന്നുമില്ലായിട്ടാണ് പോയിരിക്കണത്. അപ്പോൾ അവനക്ക് പണിയൊന്നുമില്ലേ, ഇപ്പോൾ ഇവിടെ കാണാത്ത ഒരാളാണല്ലോ. ഇങ്ങനെ അയാളെപ്പറ്റി കുറേ കമൻറ്റുകൾ. പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടും അവളെപ്പറ്റി അഭിപ്രായം പറഞ്ഞുകൊണ്ടും കുറേ വർണ്ണനകൾ. അപ്പോൾ ലിസാന് കൊണ്ട്, കൗല് കൊണ്ട് അവളെ അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്യാണ്, അതാ ഉപദ്രവിക്കുകയാണ്. പൊതുവേ ഇസ്ലാമിൻ്റെ പൊതുതത്വം തന്നെ എന്താണ്, ആരെയും ഉപദ്രവിക്കരുത്. അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ആരാധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണം. എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ കൊണ്ടോ എൻ്റെ നാവ് കൊണ്ടോ അതോ കൗല് കൊണ്ടോ ഫിഅല് കൊണ്ടോ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യാതിരിക്കണം. അവനാണ് ആര് യഥാർത്ഥത്തിൽ മുസ്ലിം. അവിടെ മുസ്ലിമൂനാന്ന് മാത്രമാണ് ആ റിപ്പോർട്ടിൽ വന്നത്, മറ്റു മുസ്ലിമീങ്ങൾക്ക് ശല്യമില്ലാക്കാത്തവൻ. എന്നാൽ സഹീഹായ വേറെ ഹദീസിൽ തന്നെ വേറെ റിപ്പോർട്ടിൽ കാണാം, അൽ മുസ്ലിമു മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. ഇതര ജനങ്ങൾ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. അൽനാസ് ഏത് മതക്കാരാവട്ടെ ആരാവട്ടെ, പൊതുജനങ്ങൾ ഇവൻ്റേതായ നാവ് കൊണ്ട് ഇവൻ്റെ കൈ കൊണ്ടുണ്ടാകുന്ന ഷെറിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസൽമാൻ. അപ്പോൾ ഉപദ്രവിക്കാൻ പാടില്ല. പിന്നെ വിശ്വാസികളെയാകുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടി. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വ ഇസ്മൻ മുബീന. സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയുമൊക്കെ കുറ്റം പറയുന്നവരും ബുദ്ധിമുട്ടിക്കുന്നവരും അവർ ചെയ്തിട്ടില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ പേരിൽ ബുഹ്താനുകളും കള്ള ആരോപണങ്ങളും വ്യാജാരോപണങ്ങളും ദുരാരോപണങ്ങളും അപവാദങ്ങളും പ്രചരിപ്പിക്കുന്നതടക്കമുള്ള ഏത് വിധത്തിൽ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷ കിട്ടുന്ന ഗുരുതരമായ പാതകങ്ങളാകുന്നു. അപ്പം അതാ ഉപദ്രവിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകാൻ പാടില്ല. അപ്പം അത് വഴിയിലാകുമ്പോൾ അതിന് സാധ്യത കൂടുതലാണ്. നാവ് കൊണ്ട് ഉപദ്രവിക്കും. അയാൾ വരുമ്പോൾ അയാൾക്ക് വേറെ എന്തെങ്കിലും ശല്യം ഉണ്ടാക്കുക. അയാൾ പോണ വഴി തന്നെ നമ്മൾ കാലൊക്കെ നീട്ടിങ്ങനെ ഇരിക്കുകയാണ്, നമ്മളിങ്ങനെ ഇരിക്കുകയാണോ വരുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നത്, അയാൾ വേണമെങ്കിൽ മാറിയാണ് ബൈക്കോട്ടെ, ഇത് എൻ്റെ വഴിയാന്നുള്ള മട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മോട്ടോർ ബൈക്ക് കൊണ്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടാവും, അധികം നടന്നു പോകാനൊന്നും ഒരാൾക്ക് ഒഴിവുണ്ടാവില്ല. അല്ലെങ്കിൽ അവൻ നടന്നു പോകുന്ന വഴിയിലായിരിക്കും ഞാൻ എൻ്റെ എല്ലാ മാലിന്യവും കടലാസും തിന്നതിൻ്റെ ബാക്കിയും ഒക്കെ അവിടെ വിതറിയിട്ടുണ്ടാകും. വഴിയിൽ ഉപദ്രവം ഉണ്ടാക്കലാണത്. ഇങ്ങനെ ഉപദ്രവങ്ങൾ നീക്കലാണൊരു വിശ്വാസി ചെയ്യേണ്ടത്, ഉപദ്രവിക്കലല്ല.
അങ്ങനെ ഉപദ്രവങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വഴിയിലിരിക്കുമ്പോൾ ഒരു നിലക്കും ഉപദ്രവിക്കാൻ പാടില്ല. നോക്കുകൊണ്ടുപോലും ആംഗ്യം കൊണ്ടുപോലും വൈലുള്ളി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസത്തും ലുമസത്തും ഒക്കെ ഗോഷ്ഠി കാണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല ഒരു വിഭാഗം ആളുകൾക്കുള്ളൊരു ദുസ്വഭാവത്തെ പറ്റി. വൈലുള്ളിൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണാം, വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ. അവരുടെ അടുക്കലൂടെ ആരും മുഅ്മിനീങ്ങൾ നടന്നു പോയാൽ അവർ കണ്ണുകൾ കൊണ്ട് ഗോഷ്ഠി കാണിക്കും. ഒന്നും പറയണമെന്നൊന്നുമില്ല. പോലും ആരാപ്പാ പോണ്, നമ്മൾ കോക്കറി കാണിച്ചിട്ടും കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടും അങ്ങനെ വേറെ ആംഗ്യങ്ങളൊക്കെ ഇപ്പോൾ പല ആംഗ്യങ്ങളും ഉള്ള കാലമാണ്. പല ആംഗ്യങ്ങളും വിരലുകൊണ്ട് വ്യത്യസ്ത മോഡലിൽ കാണിച്ച് അതിനൊക്കെ വ്യത്യസ്ത മീനിങ്ങാണ്. ഇപ്പോൾ ആരും വിശദീകരിക്കേണ്ട കാലമല്ല, എല്ലാവർക്കും അറിയാം. വാട്സപ്പിലൊക്കെ ഇമോജികൾ വാരി വിതറുന്ന കാലത്ത് ഓരോ വിരലിൻ്റെ ഓരോ പ്രത്യേകമായ ആക്ഷനുകൾ എന്തിനു സൂചിപ്പിക്കുന്നു, കണ്ണിൻ്റെ ചില പ്രത്യേകമായ നോട്ടങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം. അതും പാടില്ല. ഒരു നിലക്കും മറ്റൊരാൾക്കൊരു അത ഉണ്ടാക്കുവാൻ പാടില്ല. വഴികളിൽ ഇരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതാണ് വഖഫുൽ അതാ. മൂന്നാമത് പറഞ്ഞാൽ എന്താണ്? വറദ്ദുസ്സലാം. സലാം മടക്കണം. എന്താ അപ്പം അതിത്ര പറയുള്ളതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. സലാം മടക്കണം, ഒരാൾ സലാം പറഞ്ഞാൽ മടക്കണം എന്നിപ്പോൾ എത്ര പറയണ്ടോ? അതെന്താ ഇപ്പം ഈ വഴിയിലിരിക്കുമ്പോൾ എത്ര പറയണത്? പൊതുജനങ്ങൾ ധാരാളമായി വന്നും പോയും കൊണ്ടിരിക്കുന്ന വഴിയിലിരിക്കുമ്പോൾ ഒരിക്കലൊക്കെ നമ്മൾ സലാം മടക്കും. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, നല്ല ഉന്മേഷത്തിൽ നമ്മൾ മടക്കി. അയാൾ പോയി, വേറൊരാൾ വന്നു, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം. വേറൊരുത്തം വന്നു, അസ്സലാമു അലൈക്കും. എന്താ ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ സലാം പറഞ്ഞാൽ നിങ്ങൾ പറയണത് കുറേ ആൾക്കാരാണ്, ഞാൻ തന്നെയുള്ള ഇപ്പോൾ മടക്കാൻ. എന്നുവെച്ചാൽ അവിടെ ഇരിക്കണ്ടെന്ന്. അവിടെ ഇരിക്കണുണ്ടോ എല്ലാവർക്കും മടക്കിക്കൊള്ളണം. അതാ വറദ്ദുസ്സലാം. വേറെ വർത്താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴേ വന്നു, എന്തൊക്കെ വർത്താനൊന്നുമില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞോ. വഇദാ ഹുയ്യിതും ബിതഹിയ്യ ഫഹയ്യൂ ബി അഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. വിശുദ്ധ ഖുർആൻ നിർബന്ധമായി നമ്മളോട് കൽപ്പിച്ച കൽപ്പനയാണ്. വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ, ഇസ്ലാമിൻ്റെ അഭിവാദ്യ വചനം കൊണ്ട് നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ എന്താ നമ്മളുടെ കടമ? ഫഹയ്യൂ ബി അഹ്സന മിൻഹാ. അതാണ് ആദ്യം പറയുന്നത്. ഫഹയ്യൂ ബി അഹ്സന മിൻഹാ. നിങ്ങളോട് ഇങ്ങോട്ട് അഭിവാദ്യം പറഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട നിലക്ക് നിങ്ങൾ പ്രത്യഭിവാദ്യം ചെയ്യണേ. രണ്ടാമത്തെ സ്ഥാനമാണ് ഏതിന് കൊടുത്തത്? ഔ റുദ്ദൂഹാ, അല്ലെങ്കിൽ പറഞ്ഞ പോലെയെങ്കിലും തിരിച്ചു പറയണേ. ഇത് ഖുർആൻ്റെ നിർദ്ദേശമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഖുർആനികമായ നിർദ്ദേശം അനുസരിച്ച് ഏറ്റവും ശ്രേഷ്ഠം എന്ത് പറയല? വഅലൈക്കും അസ്സലാം എന്ന് പറയലല്ല, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അതാണ് ബി അഹ്സന മിൻഹാ എന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് അഭിവാദ്യം അർപ്പിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട നിലക്ക് അങ്ങോട്ട് അഭിവാദ്യം അർപ്പിക്കുക. അങ്ങനെ ചെയ്യണം. ഔ റുദ്ദൂഹ, അത് രണ്ടാം സ്ഥാനം. തെറ്റൊന്നുമല്ല, പക്ഷെ ഒരു അഫ്ളലിയത്ത് നഷ്ടപ്പെടും, ശ്രേഷ്ഠത നഷ്ടപ്പെടും. ഔ റുദ്ദൂഹ, അല്ലെങ്കിൽ നിങ്ങൾ സലാം മടക്കണം. പറഞ്ഞ അതേപോലെങ്കിലും മടക്കണം. ഇത് മടക്കൊന്നുമില്ല. അസ്സലാമു അലൈക്കും, കുറേ ആളുടെ വഅലൈക്കും സലാം എന്ന് പറഞ്ഞു, പിന്നെ കുറേയൊക്കെ സലാം സലാം എന്നായി നമുക്ക്. എന്ത് സലാം? അസ്സലാമു അലൈക്കും, അതായത് വഅലൈക്കും അസ്സലാം, അത് കൃത്യമായിട്ട് തന്നെ പറയണം. അലൈക്കും വസ്സലാം എന്നൊക്കെ പറയും ആൾക്കാർ. അലൈക്കും വസ്സലാം അങ്ങനെയൊന്നുമല്ല, അലൈക്കും അസ്സലാം വഅലൈക്കും അസ്സലാം അങ്ങനെ തന്നെ കൃത്യമായിട്ട്. വേറെ ചില ആൾക്കാർ അഹ്ലേൻ മർഹബ ഫളൽ ഇങ്ങനെയൊക്കെ അതൊന്നും പ്രയോഗിച്ച സലാം അടക്കലാവില്ല. അങ്ങനെ ഇസ്ലാമിൻ്റെ അഭിവാദ്യം ഏത് സമയത്തും ആരോടും എപ്പോഴും പറയാവുന്ന അഭിവാദ്യമാണ്. മറ്റുള്ളതൊന്നും ശരിയാവില്ല. നമ്മളൊരു മരിച്ച വീട്ടിലേക്ക് രാവിലെ കയറി ചെന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? നല്ല മോർണിംഗ് അല്ല എപ്പോഴും. അല്ലെങ്കിൽ രാത്രിയിലാണ് ഗുഡ് നൈറ്റ്, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഇങ്ങനെയൊക്കെ പറഞ്ഞു ചെന്നാലോ? അസ്സലാമു അലൈക്കും ഏത് മൂഡിലിരിക്കണവനോടും പറയാം, ഏത് സങ്കടപ്പെട്ടിരിക്കണവനോടും അസ്സലാമു അലൈക്കും. എന്താ അർത്ഥം? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. എപ്പോഴും ആരോടും പറയാം. മറ്റുള്ള അഭിവാദ്യങ്ങളെക്കാൾ ഏറ്റവും ഉത്തമമായ അഭിവാദ്യം ഇത് എവിടുന്ന് തുടങ്ങിയതായി അസ്സലാമു അലൈക്കും എന്നറിയോ? ഇതിന് ഒരുപാട് പഴക്കമുണ്ട്.
മാനവ ചരിത്രത്തോളം പഴക്കമുണ്ട് ഇസ്ലാമിൻ്റെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്നുള്ള അഭിവാദ്യവും പ്രത്യഭിവാദ്യത്തിനും. ആദൻ നബിക്ക് മലക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു. അവിടെ പോയിട്ട് സലാം പറയാൻ പറഞ്ഞു ആദൻ നബിനോട്. അങ്ങനെ അവിടെ മടക്കുന്നത് നീ കേൾക്കണം, അതാണ് നിനക്കും നിൻ്റെ പിൻഗാമികളായ നിൻ്റെ മക്കൾക്ക് മുഴുവനുള്ള അഭിവാദ്യം അതാണെന്ന് പറഞ്ഞു കൊടുത്തു. മലക്കുകൾ ഇരിക്കുന്നിടത്ത് പോയിട്ട് ആദൻ നബിയോട് അസ്സലാമു അലൈക്കും പറയാൻ പറഞ്ഞു. അവർ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അന്ന് മുതലുണ്ട് ഇസ്ലാമിൻ്റെ അഭിവാദ്യ വചനത്തിൻ്റെ പഴക്കം ഞാൻ പറയണത്. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന ഈ അഭിവാദ്യ പ്രത്യഭിവാദ്യത്തിൻ്റെ ചരിത്രം മാനവ ചരിത്രത്തോളം പഴക്കമാണ്. ആദൻ നബിയുടെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്ത സംഗതിയാണ്. എന്നിട്ട് ആ ഭൂമിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഹദീസുകളിൽ നമുക്ക് വളരെ വ്യക്തമാണ്. ഇതാണ് നിൻ്റെയും നിൻ്റെ ദുര്യത്തിൻ്റെയും ശേഷം വരാൻ പോകുന്ന നിൻ്റെ സന്താനങ്ങളുടെയും തഹിയ്യത്ത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതാണ് ഈ സലാം. അപ്പോൾ സലാം മടക്കാൻ പിശുക്ക് കാണിക്കരുത്. വാട്സപ്പ് തുറന്നിട്ട് നമ്മൾ കണ്ടോ അസ്സലാമു അലൈക്കും എന്നുണ്ടോ, അവിടെ വലൈക്കും സലാം എന്ന് പറയുക അടിച്ചിടുകയൊക്കെ ചെയ്യണം. ഒരാൾ നമ്മളോട് സലാം അതിന് മടക്കാൻ നമുക്ക് ഒരു മടി ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ഇങ്ങനെ വഴി സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ എത്ര ആൾ വന്ന് സലാം പറഞ്ഞാലും ഒരു പ്രയാസവും തോന്നാതെ എന്തു പറയണം? വലൈക്കും അസ്സലാം. അതിനൊക്കെ നമുക്ക് വലിയ നന്മയല്ലേ, ഇതിനൊക്കെ വലിയ നന്മയല്ലേ, വലിയ പുണ്യല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സലാം പറഞ്ഞാൽ കേൾക്കാത്ത മാതിരി ഇരിക്കരുത്. ചിലർ പറയും അവൻ കേൾക്കാത്ത മാതിരി അവൻ നമ്മൾ പറഞ്ഞോനാകെ ഇടങ്ങാറായി. ഞാൻ സലാം പറഞ്ഞാണ് ഞാൻ മടക്കീണെന്ന് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മടക്കീണെന്ന് ഒച്ചയിൽ പിന്നെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സലാം പറയുമ്പോൾ അത് മര്യാദ എന്താണ്? നമ്മൾ ഉറക്കെ തന്നെ പറയലാണ്. അതാണ് അയാൾ ആ പ്രത്യഭിവാദ്യം കേൾക്കണം. ഇത് പലപ്പോഴും ആളുകൾക്ക് തുമ്മിയാൽ പോലും അൽഹംദുലില്ലാന്ന് ഉറക്കെ പറയില്ല. എന്നിട്ട് നമ്മൾ ഇന്ന് പറയും ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. മറ്റേ ആൾക്ക് യർഹമുക്കല്ലാ പറയണമെങ്കിൽ നമ്മളിവിടെ അൽഹംദുലില്ലാ ഉറക്കെ പറയണ്ടേ? അപ്പം അയാൾ യർഹമുക്കല്ലാ എന്ന് ഉറക്കെ പറയണം. അത് അയാൾ ഉറക്കെ പറഞ്ഞാലേ ഇയാൾക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റുള്ളൂ? യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. അത് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷ ആൾക്കാർക്കും പറയാൻ അറിയില്ല. അൽഹംദുലില്ലാ പറയാൻ അറിയും. യർഹമുക്കല്ലാ കുറച്ചൊക്കെ റഹ്മുക്കല്ലാ എന്ന് അറിയും ചിലർ. റഹ്മുക്കല്ലാ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ശരിക്ക് യർഹമുക്കല്ലാ. പിന്നെ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും തിരിച്ചു പറയേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതൊക്കെ നിസ്സാര സംഗതികളാണ്. പക്ഷേ നമ്മൾ ശീലിക്കുന്നത് പോലെ ഇരിക്കും. നമ്മളതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് മടി എന്താണെന്നറിയോ? സലാം പറയാൻ മടിയാണ്, സലാം മടക്കാൻ മടിയാണ്, അൽഹംദുലില്ലാ പറയാൻ മടിയാണ്. കാരണം എന്താ? എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്നാണ്. ഞാനൊരു മതമൗലികവാദിയാണോ? ഞാനൊരു ഫണ്ടമെൻ്റലിസ്റ്റനാണോ? ഞാനൊരു എന്താ പറയേണ്ടത്? ഞാനൊരു ബാഡ് മുസ്ലിമാണോ? ഈ ആൾക്കാരൊക്കെ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക? ഇയാളെന്താ ഒരു ഇതൊക്കെ അങ്ങനെ അൽഹംദുലില്ലാ മറ്റേ മുസ്ലിമീങ്ങളൊക്കെ കേൾക്കൂലേ? കേട്ടോട്ടെ. അതിനെന്താ? ഇസ്ലാമിൻ്റെ അഭിവാദ്യം പ്രത്യഭിവാദ്യം തുമ്മിയാൽ ഇങ്ങനെ ഒരു മര്യാദ ഉണ്ട്. റഹ്മുക്കല്ലാ എന്ന് പറയണം, യഹ്ദീകുമുല്ലാ പറയണം എന്നൊക്കെ. അതിലൂടെ ഇതൊരു ദഅവത്താണ്. ചിലപ്പോൾ അവർ ചോദിച്ചേക്കും എന്താ നിങ്ങൾ പറഞ്ഞത്. ചില ആൾക്കാർ ചോദിക്കും, ചിലർ ചോദിക്കൂല. ചില ആൾക്കാർ ചിലപ്പോൾ ബേജാറാവും, ഇത് വല്ല ഭീകരവാദത്തിനുള്ള കോഡ് പറയാണോ? അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്ത്. അള്ളാഹു കേൾക്കട്ടെ. എന്തായാലും അതുകൊണ്ടൊന്നും നമ്മളിത് ഒഴിവാക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ സലാം മടക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്. അങ്ങനെ ആളുകൾ ധാരാളം സലാം പറയുമ്പോൾ നമ്മൾ മടക്കി കുഴങ്ങീന്ന് തോന്നണ്ട. എത്ര ആൾ പറഞ്ഞാലും എന്ത് ചെയ്യണം? മടക്കണം. അല്ലെങ്കിൽ നീ അവിടെ ഇരിക്കണ്ട. അത് നിൻ്റെ കടമയാണ്. വറദ്ദുസ്സലാം. നാലാമത് പറഞ്ഞതെന്താ? വല്ലംറു ബിൽ മഅറൂഫി, നന്മ കൽപ്പിക്കണം. അത് പൊതുവേ എല്ലാ സമയത്തുമുള്ള നിയമമാണ്. നാലാമത്തെയും അഞ്ചാമത്തെയും കാര്യം മുസ്ലിമീങ്ങളോട് പൊതുവേയുള്ള കൽപ്പനയാണ്. അംറുൻ ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകർ. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണത്. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ളുഹും ഔലിയാഉ ബഅ്ള് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. അല്ലാഹ് പറയുന്ന ഗുണം തന്നെ അതാണ്. സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസിനികളായ സ്ത്രീകളും അവർ പരസ്പരം ആദർശ ബന്ധുക്കളാണ്. ആദർശത്തിൻ്റെ പേരിൽ അവർ സ്നേഹിക്കേണ്ടവരാണ്. എന്നിട്ട് അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി തന്നെ എടുത്തു പറയുന്നത് എന്താണ്? യഅ്മുറൂന ബിൽ മഅറൂഫി, അവർ നല്ല കാര്യങ്ങൾ കൊണ്ട് പരസ്പരം കൽപ്പിക്കുന്നവരാണ്. വയൻഹൗന അനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങളെ വിരോധിക്കുന്നവരുമാണ്. അപ്പം മുഅ്മിനീങ്ങളായ സ്ത്രീ പുരുഷന്മാരുടെ കടമയാണെന്ത്?
അംറുൻ ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകരി. ഇനിയും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്തെടുത്ത് പറയുന്നുണ്ട്, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി. നിങ്ങളാണ് ഖൈറ ഉമ്മത്ത്, ഉത്തമ സമുദായമാണ്. ഉത്തമ സമുദായമെന്ന ഈ സമുദായത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള ഉത്തമരായ സമുദായമാണ്. നേതൃത്വത്തിൽ നിൽക്കേണ്ട ആളുകളാണ് നിങ്ങൾ. മറ്റു സമുദായങ്ങൾക്ക് നേതൃത്വത്തിൽ അവർക്ക് മാതൃകയായി ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. അതിൽ ഒന്നാമത്തെ ക്വാളിറ്റി തന്നെ പറഞ്ഞതെന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി. നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. അതിലും അല്ലാഹ് പറയുന്നു, നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം തീർച്ചയായും ഉണ്ടായി വരണം, ഉണ്ടാവുക തന്നെ വേണം. നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം അങ്ങനെയുള്ള ആളുകൾ. ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഉണ്ടാവണം. അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്, തിന്മ കണ്ടാൽ അതിനെ എതിർക്കുന്നവരാണ്. ഇനിയും ഖുർആനിൽ കാണാം വിശ്വാസികളുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറയുന്നിടത്ത്, അത്തായിബൂനൽ അബിദൂനൽ ഹമിദൂനസ് സായിഹൂനർ റാക്കിഊന സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്. 9 ഗുണങ്ങൾ ഒരുമിച്ചുകൊണ്ട് സൂറത്ത് തൗബയിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി പറയാണ്. അത്തായിബൂന, അവർ തൗബ ചെയ്യുന്നവരാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറേ ഗുണങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എണ്ണുകയാണ്. വല്ലാമിറൂന ബിൽ മഅറൂഫി, അവർ നല്ല കാര്യങ്ങൾ കൊണ്ട് പരസ്പരം കൽപ്പിക്കുന്നവരാണ്. വന്നാഹൂന അനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് പരസ്പരം വിരോധിക്കുന്നവരാണ്. ഇപ്പം എത്ര ആയത്തുകളിലാണെന്നറിയും. ഞാൻ ഹദീസുകളിലേക്ക് കടന്നാലോ? ആയത്തന്നെ നോക്കൂ, സൂറത്തുൽ അസ്ർ. നമ്മളെ കടമ പറയാണ്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യ സമുദായം മുഴുവനും നഷ്ടത്തിലാണ്. എല്ലാവരും നരകത്തിലേക്കാണ് പോവുക. മനുഷ്യരായ എല്ലാവരും നരകത്തിലേക്ക് പോകും. പക്ഷേ 4 ഗുണങ്ങളെ ഉള്ളവരെ നരകത്തുനിന്ന് ഒഴിവാവും. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സത്യവിശ്വാസം ഉൾക്കൊണ്ടവരൊഴികെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ ആ അധ്യായം അവിടെ അവസാനിച്ചിട്ടില്ല. അവിടെ അവസാനിച്ചെങ്കിൽ നമുക്കൊക്കെ സമാധാനിക്കായിരുന്നു. ഞാൻ നിസ്കരിച്ച് നോമ്പ് വെച്ച് നല്ല ആളായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി, എനിക്കിതൊരാളോട് പറയാനൊന്നും ആവില്ല, അതിനൊന്നും എനിക്ക് പറ്റൂല, അതിനൊന്നും എനിക്ക് സമയമില്ല, താല്പര്യമില്ല എന്ന് നമുക്ക് പറയാമായിരുന്നു. എങ്ങനെയാണെങ്കിൽ സൂറത്തുൽ അസ്റിൽ ഈ പറയുന്ന 2 കണ്ടീഷൻ പറഞ്ഞതിൻ്റെ ശേഷം ആ ആയത്ത് അവസാനിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ അവസാനിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ആ അധ്യായം ക്ലോസ് ആയിട്ടില്ല. ഇനിയും 2 കിടക്കുകയാണ്. വതവാസൗ ബിസ്സബ്രി, കണ്ടോ? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. ഞാൻ മനസ്സിലാക്കിയ ഈമാനും സൽക്കർമ്മങ്ങളും അടങ്ങുന്ന ഹഖ് അതെനിക്ക് പ്രവർത്തിക്കാൻ മാത്രമുള്ളതല്ല, എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാനും ഉള്ളതല്ല. അതറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കൽ എൻ്റെ കടമയാണ്. അത് ഞാൻ ഉപദേശിക്കണം. അത് ചെയ്യാത്തവര് സ്വർഗത്ത് പോകില്ല. വലിയ പ്രശ്നമല്ലേ? അത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നത് പോലെ എളുപ്പമുള്ളതല്ല. തെറ്റ് ചെയ്യുന്ന ഒരാളോട് അതരുതേ എന്ന് പറയൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെ എളുപ്പമല്ല. നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കതിനൊരു മനസ്സുണ്ടായാൽ നമ്മൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചുകൊണ്ട് പോരാ, വേറെ ടെൻഷനൊന്നുമില്ല. നേരെ മറിച്ച് ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് നിങ്ങളിങ്ങനെ ചെയ്യരുത് സഹോദരാ സഹോദരി, അയാളാണെങ്കിൽ ജീവിതത്തിൽ അത് മുഴുവനും അയാളെ മജ്ജയിലും മാംസത്തിലും എഴുകിച്ചേർന്നൊരു തിന്മയായിരിക്കും. അതിനെ നിങ്ങൾ എതിർക്കണത് പോയിട്ട് അയാൾക്ക് ഇഷ്ടാവില്ല. ഒരു വേള നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന അയാൾ നിങ്ങളുടെ ആ ഉപദേശം കൊണ്ട് ഒരു പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് മുറിച്ചു കളയാനും സാധ്യതകളുണ്ട്. കാരണം അയാൾക്കത് ഇഷ്ടാവില്ല. എന്നിൽ കാണുന്ന ഒരു ദോഷം മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യൂല, ഇഷ്ടപ്പെടൂല, ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് ആ മേഖല കുറച്ച് പ്രയാസമുള്ളതാണ്.
അതുകൊണ്ടാണ് വസിയ്യത്ത്, നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കുന്നതിനെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹ് എന്തു പറയുന്നത്? വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരും ഒഴികെ സ്വയം ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. കാരണം പ്രബോധന മേഖല വളരെ പ്രയാസഘട്ടങ്ങൾ നിറഞ്ഞതാണ്. ഇസ്ലാമിക ദഅവത്ത് പ്രത്യേകിച്ചും പ്രയാസങ്ങളുടെ ദുർഘടമായ പാതയാണ് എന്ത്? ദഅവത്ത്. ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും ആളുകൾക്ക് അത്തരക്കാരെ ഇഷ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ എന്തു ചെയ്യും? നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും ഒരിക്കൽ. പിന്നെ നമ്മൾ എന്തു ചെയ്യും? അവരതിൽ നിന്ന് ഒഴിവായില്ലെങ്കിലും നമ്മളാണ് മൗനികളാകും. ഇനി പോലെ കൂടാൻ കൂടിക്കൊടുക്കുക, നമ്മളും അതിൻ്റെ ഒരു ഭാഗഭാക്കാവുക എന്ന് വിചാരിക്കും. വാസ്തവത്തിൽ എന്താ ഇസ്ലാം പറഞ്ഞത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കൂടി കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. നിങ്ങളൊരു തിന്മ കണ്ടാൽ നിങ്ങളുടെ കൈ കൊണ്ട് തടയണം. കൈ കൊണ്ട് തടയണമെങ്കിൽ അധികാരം വേണം. അധികാരമുള്ളവർക്കേ കൈ കൊണ്ടൊരു തിന്മ തടയാൻ പറ്റൂ. എനിക്ക് എൻ്റെ വീട്ടിൽ നടമാടുന്നവരെ തിന്മയെ കൈ കൊണ്ട് തടയാം. അതേ അവസരത്തിൽ എൻ്റെ അയൽ വീട്ടിൽ നടക്കുന്നവർ തിന്മയെ എൻ്റെ കൈ കൊണ്ട് തടയാൻ എനിക്ക് വകുപ്പില്ല, അതിനെനിക്ക് അധികാരമില്ല. അവിടെ എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഓരോന്നിനും ഓരോ കാറ്റഗറിയാണ്, ഓരോ മർത്തബകളുണ്ട്. തിന്മ വിരോധിക്കുന്നതിന് കുറേ മർത്തബകളുണ്ട്. നമ്മുടെ കഴിവാണ് നോക്കുന്നത്. എനിക്ക് കൈകൊണ്ട് തടയാൻ പറ്റുന്നിടത്താണോ കൈകൊണ്ട് തടയണം, നാവ് കൊണ്ടാണോ നാവ് കൊണ്ട് തടയണം. ചിലയിടത്ത് അതിനും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നീ കൂടിക്കൊടുക്കണമെന്നല്ല, നിൻ്റെ ഹൃദയം കൊണ്ട് നീ വെറുത്തിട്ട് നീ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അത്രയെങ്കിലും നിൻ്റെ മനസ്സിൽ പ്രതികരണം വരുന്നില്ല എന്നാണ് നിൻ്റെ അവസ്ഥയെങ്കിൽ വലൈസ വറാഅ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ, ഹൃദയത്തിൽ ഒരു കടുക് തരിയോളം പോലും ഈമാൻ ബാക്കിയില്ലെന്ന് നീ ഭയപ്പെട്ടോളണം. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമാണ്. നമ്മളൊരു തിന്മ കണ്ടാൽ മൂന്നാലൊരു നിലക്ക് പ്രതികരിച്ചോളണം എന്നാണ്. അത് പ്രതികരിക്കാതെ ആയാലോ അള്ളാൻ്റെ ശാപം കിട്ടി. ആർക്ക്? ബനൂ ഇസ്രായേല്യർക്ക്. എന്താ സൂറത്തുൽ ഫാത്തിഹയിൽ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ആ രണ്ട് കക്ഷികളുടെ വഴിയിലും നീ ഞങ്ങളെ ചേർക്കരുതേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ തട്ടി ആമീൻ പറയുന്നത് എന്തുകൊണ്ടാ? എന്തേ ഇവർക്ക് സംഭവിച്ചത്? എന്തേ ഇവർക്ക് അള്ളാഹിൻ്റെ ഗളബ് കിട്ടാൻ കാരണം? എന്തേ ഈ ഇസ്രായേല്യർക്ക് അള്ളാഹുവിൻ്റെ ശാപം കിട്ടാൻ കാരണം? ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ്. ബനൂ ഇസ്രായീല്യരെ അവരുടെ പ്രവാചകന്മാരിലൂടെ, സജ്ജനങ്ങളായ ആളുകളുടെ നാവുകളിലൂടെ ആ സമൂഹം അഭിശപ്തരായി, അവർക്ക് ശാപമുണ്ടായി. എന്തേ അവർക്ക് ശാപം കിട്ടാൻ കാരണം? എന്താ അവർ ചെയ്ത തെറ്റ്? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, ആ സമൂഹത്തിൽ നടമാടിയിരുന്ന മുൻകറാത്തുകളെ, മോശപ്പെട്ട കാര്യങ്ങളെ കണ്ടാൽ അവരതിനെ എതിർക്കുമായിരുന്നില്ല. കുറച്ചൊക്കെ എതിർത്തിരുന്നു എന്നാണ്. തുടക്കത്തിൽ കുറച്ചൊക്കെ എതിർക്കും, പിന്നെ കേൾക്കണില്ലാതെ കണ്ടാൽ അവർക്ക് പിന്നെ വിഷമൊക്കെയാണ് മാറിയിട്ട് പിന്നെ അവരുടെ കൂടെ കളിചിരിയിലും കൂടെ ഭക്ഷണം കഴിക്കലും എല്ലാം അവരോടുള്ള എല്ലാ ബന്ധവും പഴയതുപോലെയാണ് കീപ്പ് ചെയ്യും. ഒരു വിഷമം ഉണ്ടാവില്ല. ആ അവസ്ഥ വന്നതുകൊണ്ടാണ് അവർ നല്ലവരായ ആളുകളുടെ നാക്കുകളിലൂടെ ശപിക്കപ്പെട്ടത്. അപ്പം ശാപഹേതുവാണ് തിന്മ കണ്ടാൽ അതിനെ വിരോധിക്കാതിരിക്കൽ എന്ന് പറയുമ്പോൾ പ്രശ്നം നിസ്സാരമല്ല. ഇനിയും നോക്കൂ, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാനും അത് കാരണമാകും. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാണ്, അള്ളാഹ് 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അള്ളാഹുവിനോട് മനമുരുകി തേടുകയാണ്. പക്ഷേ ആ ദുആക്കുള്ള ഇജാബത്ത് തടയപ്പെടാൻ നിമിത്തമായി മാറുന്ന ഒരു പാപമാണെന്ത്? നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നബി തങ്ങൾ പറയാണ്, ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകരി,
ജനങ്ങളെ നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുക തന്നെ വേണം, തിന്മക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിലോ ഔലയൂഷിക്കന്നല്ലാഹ് അയ്യബ്അസ അലൈക്കും ഇഖാബാ മിൻ ഇൻദിഹി, അവൻ്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേക പൊതുശിക്ഷ അവൻ നിങ്ങളിൽ ഇറക്കും. പൊതുശിക്ഷ ഇറങ്ങുന്നു സമൂഹത്തിൽ. എന്ത്? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഒരു സമൂഹത്തിൽ ഇല്ലാതെയായാൽ ആ സമൂഹത്തിന് നശിപ്പിക്കപ്പെടുന്നു, ശിക്ഷ ഇറങ്ങുന്നു. തീർന്നില്ല, അതിൻ്റെ ബാക്കി ഭാഗവും കൂടെ കേൾക്കണം. സുമ്മത്തദുഊനഹു, നിങ്ങൾ പിന്നെ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷേ ഫലാ യുസ്തജാബു ലക്കും, നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകപ്പെടുകയും ചെയ്യില്ല. എന്തേ കാരണം? അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകരിൽ നമ്മൾ പങ്കാളിയായില്ല. അപ്പോൾ ഇത് നമ്മുടെ കടമയാണ്. ദഅവത്തിൽ അണിചേരണം, ദഅവത്തിൽ പങ്കെടുക്കണം. ദഅവ അതൊരു ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ ചുമതലയല്ല. എല്ലാ മുസ്ലിമിൻ്റെയും നിയമം അവനിൽ നിർബന്ധമായി ഓരോരുത്തരുടെ അറിവും കഴിവുമനുസരിച്ചുകൊണ്ട് അവൻ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണത്. അത് ഓരോരുത്തർക്കുള്ള കഴിവനുസരിച്ച് അതിൻ്റെ പ്രാധാന്യം കൂടും കുറയും. പക്ഷെ ഒരാളും അതിന് രക്ഷപ്പെടില്ല, ഒരാളും അതിന്ന് രക്ഷപ്പെടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ ചില ആയത്ത് ചിലർ തെറ്റായി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് തോന്നിയപ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ആയത്തിനെ ദുരുപയോഗം ചെയ്യരുത്. ചിലരൊക്കെ അന്ന് പറഞ്ഞു എന്നാണ്. ഖുർആനിൽ ഒരായത്ത് കാണാം, പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന ആയത്താണത്. എന്താണ് പറയുന്നത്? സത്യവിശ്വാസികളെ അലൈക്കും അൻഫുസക്കും, നിങ്ങളെ കാര്യം നോക്കിക്കോളി. ഇതായിരുന്നു യഥാർത്ഥം. അലൈക്കും അൻഫുസക്കും, നിങ്ങളെ നഫ്സിനെ കാര്യം നോക്കിക്കോളി. നല്ല തെറ്റിദ്ധരിക്കാൻ വകുപ്പുള്ള ആയത്താണ്. അതിൻ്റെ ബാക്കി എന്താ? ലാ യദുറുക്കും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. മൻ ദല്ല, പഴച്ചു പോകുന്നവർ കാരണം. ഇദഹ്തദൈതും, നിങ്ങൾ നേർവഴിയിലാണെങ്കിൽ ആൾക്കാർ പഴച്ചു പോണി നിങ്ങൾക്കെന്താ? ഒന്നും ബാധിക്കാനില്ല, അതുകൊണ്ട് നിങ്ങളെ കാര്യം നോക്കിക്കോളീ എന്നൊരായത്ത് ഖുർആനിലുണ്ട്. ഈ ആയത്ത് പലരും തെറ്റിദ്ധരിച്ചു. നല്ല പരിപാടിയാണല്ലോ, നമുക്കൊക്കെ തോന്നില്ലേ? നമ്മൾ നന്നായാൽ മതി, ആരോടും ഒന്നും പറയാൻ പോകണ്ടെന്നാണല്ലോ അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗൗരവത്തോടെ പറഞ്ഞു, ഈ ആയത്തിനെ നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്, ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റായി മനസ്സിലാക്കരുത്. എന്നിട്ട് അദ്ദേഹം തഫ്സീർ കൊടുത്തു. ലാ യദുർ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ. എന്നിട്ട് എങ്ങനെ? ലാ യദുറുക്കും, നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തുകയില്ല. മൻ ദല്ല, പഴച്ചുപോയവൻ. ഇദഹ്തദൈതും, അവിടെയാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തഫ്സീർ കൊടുത്തത്. എന്താ പറഞ്ഞത്? ഇദഹ്തദൈതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായാൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നന്നാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷർത്ത് എന്താണ്? നേരത്തെ വല്ലസറിൽ പറഞ്ഞ എല്ലാ ഗുണവും നിങ്ങൾക്കും വേണം. അപ്പം നമ്മളാരായി? നമ്മൾ നന്നായി. അപ്പം നമ്മൾ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നിർവഹിച്ചിരിക്കണം? മനസ്സിലാകുന്നില്ലേ? നമ്മൾ നന്നാവണമെങ്കിൽ നമ്മൾ എന്ത് നിർവഹിക്കണം? ദഅവത്ത് നിർവഹിക്കണം, അംറും ബിൽ മഅറൂഫ് വേണം, നഹീ അനിൽ മുൻകർ. അത് നിങ്ങൾ ചെയ്തിട്ടും പിന്നെയും ആരെങ്കിലും വഴിവഴച്ചു പോകുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതാണ് ആ പറഞ്ഞ അതിൻ്റെ അർത്ഥം. അതല്ലാതെ നിങ്ങൾ തെറ്റായി മനസ്സിലാക്കരുത് എന്ന്. നമ്മൾ ഉപദേശിച്ചിട്ട് ഒരാൾ നന്നായില്ല, അതിനിപ്പോൾ നമുക്ക് തകരാറുണ്ടോ? ഇല്ല. മഹാന്മാരായ പ്രവാചകന്മാർ ഉപദേശിച്ചിട്ട് വരെ നന്നാവാത്ത ലോകം, സമൂഹം. ചില നബിമാർ നാളെ മഹ്ശറിൽ വരുമ്പോൾ അവരുടെ കൂടെ ആരും ഉണ്ടാവില്ല എന്നാണ്. ആരെയും കിട്ടിയില്ല. ഒരൊറ്റ അനുയായിയും ഇല്ലാത്ത നബി വരും. 2 ആൾ കൂടുള്ളവരുണ്ടാകും. 2 ആളെ ആ നബിക്ക് കിട്ടിയിട്ടുള്ളൂ ദഅവത്ത് നടത്തിയിട്ടേ. 4 ആളെയും കൊണ്ടുവരുന്ന നബിമാരുണ്ടാകും. അതിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, ഏറ്റവും കൂടുതൽ അനുയായികളെയും കൊണ്ട് മഹ്ശറിൽ ഞാൻ വരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിനാണ് ഏറ്റവും അധികം ഉമ്മത്തിനെ കിട്ടിയത്, അനുയായികളെ കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? നമ്മൾ ദഅവത്ത് നടത്തിയിട്ട് ഇപ്പോൾ ഒരാൾ നന്നായില്ല, ഒരു വ്യക്തി നന്നായില്ല, ഒരു സമൂഹം നന്നായില്ല, അതുകൊണ്ട് നമുക്ക് തകരാറൊന്നുമില്ലാന്ന്. നമ്മൾ ഇഖ്ലാസോടുകൂടെയാണോ ചെയ്യുന്നത് എന്നേ അള്ളാഹ് നോക്കുന്നുള്ളൂ. ഞാൻ എന്തിനാ ദഅവത്ത് നടത്തുന്നത്? അതിലെനിക്കെന്തെങ്കിലും താല്പര്യമുണ്ടോ? എൻ്റെ താല്പര്യം വജ്ഹുള്ള മാത്രമാണെങ്കിൽ എനിക്കൊന്നും വരാനില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടും.
നേരെ മറിച്ച് ഞാൻ ഒരാളെ ആക്ഷേപിക്കലോ ഒരാളെ കുറ്റപ്പെടുത്തലോ ഒരാളെ അടക്കിയിരുത്തലോ ഒരാളെ ജനമധ്യത്തിൽ അപമാനിക്കലോ ഒരാളെ കുടുംബത്തെ മോശപ്പെടുത്തലോ ഒക്കെയാണ് ഞാനൊരു തിന്മ അവർ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എൻ്റെ ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ ഏത് തിന്മക്കെതിരിലും ധീരമായി ശബ്ദിക്കുന്ന ആളാണെന്ന് ആളുകൾ എന്നെക്കുറിച്ച് പറയലോ പേരോ പ്രശസ്തിയോ പ്രസിദ്ധിയോ ഒക്കെയാണോ ഞാൻ ആഗ്രഹിച്ചത്, അതൊക്കെ എൻ്റെ റബ്ബിനറിയാം. അങ്ങനത്തേനൊന്നും പരലോകത്തൊരു വിലയുണ്ടാവില്ല. നേരെ മറിച്ച് നേരായ വഴിയിൽ അതിൻ്റെ യഥാർത്ഥമായ മര്യാദകൾ പാലിച്ചുകൊണ്ടാണോ നമ്മൾ ദഅവത്ത് നടത്തുന്നത്, അതിന് വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ ഇത് പൊതു നിയമമാണ്. ആ പൊതു നിയമത്തെ പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങൾ വഴിക്കവലകളിൽ ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിലെ കടന്നു പോകുന്ന ആളുകളിൽ പല തിന്മകളും ഉണ്ടാകും. അപ്പം തിന്മകൾ അവിടെ അടിപിടി നടക്കും, ചിലപ്പോൾ അതിൽ ഇടപെടേണ്ടി വരും. അത് നിങ്ങളുടെ കടമയാണ്. ചിലപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് വഴി ചോദിക്കും, ഇന്ന ഭാഗത്തേക്ക് എങ്ങനെയാണ് പോകുക, ചിലപ്പോൾ വണ്ടി നിർത്തിയിട്ട് അഭിപ്രായം ചോദിക്കും. അതൊന്നും പറയാൻ നമുക്കാവില്ല, ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയി ചോദിച്ചോ, അങ്ങനെ പറയരുത്. ആ വഴിയിലിരിക്കുന്നവൻ്റെ കടമയാണ്. നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം വിരോധിച്ചിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും മൊത്തം പറയുന്ന മഅറൂഫ്, അതാ നല്ല കാര്യം, സദാചാരം എന്ന് പറയും. മുൻകർ എന്ന് പറഞ്ഞാലോ വിരോധിക്കപ്പെട്ട എല്ലാ മോശപ്പെട്ട എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പട്ടികയാണ് മുൻകർ. നേരെ ഹെഡിങ് ചെയ്ത് അതിൻ്റെ അടിയിൽ വന്നു ചേരുന്നത് അതാണ്. അപ്പോൾ എല്ലാ നല്ല കാര്യം കൊണ്ടും കൽപ്പിക്കാനും എല്ലാ നല്ലതിനുകൂടെ സഹകരിച്ചു കൊടുക്കാനും മോശപ്പെട്ട കാര്യങ്ങളോടൊക്കെ പിന്തിരിഞ്ഞു നിൽക്കാനും അതിൽ നിന്ന് പറ്റുമെങ്കിൽ കൈകൊണ്ട് അല്ലെങ്കിൽ നാവുകൊണ്ട് അല്ലെങ്കിൽ ഏത് വിധേനയാണോ ആ തിന്മക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കുക അതൊക്കെ ചെയ്യൽ നിനക്ക് നീ വഴിക്കവലകളിൽ വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ നിനക്ക് കടമയാണ് എന്നാണ് ആ പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇടപെടേണ്ട കാര്യത്തിൽ ഇടപെടേണ്ടി വരും, നല്ല കാര്യം കൊണ്ട് ഉപദേശിക്കേണ്ടി വരും, നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടി വരും, വഴി കാണിച്ചു കൊടുക്കേണ്ടി വരും. ചീത്തയായ കാര്യങ്ങൾ കാണുമ്പോൾ വേണ്ടട്ടോ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യരുത്, തെറ്റ് കാണുക, അവിടെ ഒരു തെറ്റ് കാണുകയാണ്, ആരെടുത്താ തെറ്റ്, ഞാൻ ഒന്നും അറിഞ്ഞില്ലേ, ഞാനാണ് മാറിക്കല്ല, അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു, ഒരു തിന്മ അവിടെ നടന്നു, ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്താ ഇവിടെ സംഭവിച്ചത്, അയാൾ കണ്ടിട്ടുണ്ട്, എന്താണ് അത് നല്ല കാര്യം എന്താണെങ്കിലും അതിൽ അഭിപ്രായം പറയാം, വഴിയിലാണ് അത് കണ്ടിട്ടില്ല പറഞ്ഞിട്ട് മാറിക്കണം. എന്തിനാണ്? അയാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടുക. ഇങ്ങനെ ഇതൊക്കെ വരും ഇതിൽ. അംറുൻ ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ. പിന്നെ രണ്ടാമത്തെ ഹദീസിൽ കൂടുതൽ പറഞ്ഞ പറയുന്നതാണ് വഹുസ്നുൽ കലാം, നല്ല വാക്കുകളെ പറയാവൂ. കാരണം ഈ ഇരുത്തത്തിൽ പലതും വരും. ഈ കൂടിയിരിക്കുന്നിടത്ത്, ഈ വഴിയോരങ്ങളിൽ കൂടിയിരിക്കുന്നിടത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർ കൂടെ ഉണ്ടാകുമ്പോൾ ഒറ്റക്കാവുമ്പോൾ വല്ലാത്തൊരു പ്രശ്നമാണ്. വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ വേറെ പോകുന്നവനെക്കുറിച്ചും വരുന്നവനെക്കുറിച്ചൊക്കെ ഗീബത്ത് പറയും. അപ്പോൾ ഗീബത്തിൻ്റെ വർത്താനം ഉണ്ടാകും, നമീമത്തുണ്ടാകും, പരദൂഷണം, അതുപോലെ തന്നെ ഏഷണി, പിന്നെ ചീത്തവിളി, തെറികൾ പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വാക്കുകൾ പറഞ്ഞ് രസിക്കുക, അങ്ങനെ പിന്നെ പല കമൻ്റടികൾ, പല വൃത്തികെട്ട സംസാരങ്ങൾ എന്നൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ഒന്ന് വർദ്ധിച്ചു. ഇതൊന്നും പാടില്ല. എല്ലാ നിലക്കുമുള്ള നിയന്ത്രണം ആവശ്യമാണ്. സംസാരം നന്നാക്കണം. മിൻ ഹുസ്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയണം. ഔലി യസ്മുത്, അറിയുമുണ്ടാതിരുന്നോളണം. അതെല്ലായിടത്തും ബാധകമാണ്, ഇവിടെ അത് ബാധകമാണ്. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞ ഈ 5-6 നിബന്ധനകൾ വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോൾ, പൊതുജനങ്ങൾ ഇടപെടുന്ന വഴിയോരങ്ങളിലും സ്ഥലങ്ങളിലും ഇരിക്കേണ്ടി വരുമ്പോൾ, നിൽക്കേണ്ടി വരുമ്പോൾ, ഇങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമൊന്നുമല്ല, അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന വർത്താനം, ഇവിടെ ജുലൂസല്ലേ പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്നിട്ടാണ് നോക്കണമെന്നുണ്ടാലോ, എത്ര മണിക്കൂർ ഇങ്ങനെ നിന്നാലും കുഴപ്പമൊന്നുമില്ല, നിന്നാലും ഇരുന്നാലും ഒക്കെ അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, എന്നാൽ ഇതൊക്കെ മാനിച്ചോളണം, ഈ മര്യാദകളൊക്കെ പാലിച്ചോളണം. അതാണ് ഇതിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയും ഇനിയും ഈ അധ്യായത്തിൽ ഉപോത്ബലകമായ ഹദീസുകൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ നമ്മോട് വിരോധിച്ചിട്ടുള്ള എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കുവാനുള്ള തൗഫീഖും ഈമാനികമായ ദൃഢതയും നമുക്കെല്ലാവർക്കും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകളിൽ കൂടുതൽ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.